രുചിഭേദങ്ങൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് മിൽക്ക് മൈസൂർ പാക്കാണ്. സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും ഇതേപോലെ ബർഫി, ഹൽവ, അതേപോലെ മൈസൂർ പാക്കിനൊക്കെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ സ്വീറ്റ് ഒഴിക്കാൻ പോണത് അത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് കോട്ടാവണ പോലെ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്, അതിന് സമയം ഉണ്ടാവില്ല. അപ്പോഴേക്കും അതിൻ്റെ ആ കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോവും. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഞാൻ ഇടുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നെയ്യാണ്, അത് ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യും പാൽപ്പൊടിയും മൈദയും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര പഞ്ചസാര വേണ്ടെങ്കിൽ കുറച്ചോളൂ. അതിന് ശേഷം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് അലിഞ്ഞ് ഒരു സ്ട്രിങ് ആവണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. 1 കമ്പിപ്പദം അതാണ് വരാനുള്ളത്. കണ്ടില്ലേ, 1/2 കമ്പിപ്പതേ വന്നിട്ടുള്ളൂ. പകുതി വെച്ച് മുറിഞ്ഞു പോണ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തുള്ളതിന് 1/2 കമ്പിപ്പദം എന്നാണ് പറയുക. അപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്. പഞ്ചസാര പാനി 1 കമ്പിപ്പദം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് ടച്ച് ചെയ്യണമുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാൽ പൗഡറുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ബാച്ച് ഇടാം, അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. വീണ്ടും ബാലൻസ് ഉള്ളത് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്വീറ്റ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. മാത്രമല്ല, ഇങ്ങനത്തെയുള്ള സ്വീറ്റ്സൊക്കെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കരുത്. ഇനി നമ്മൾ കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മൈസൂർ പാക്കില്ലേ, കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പാൽപ്പൊടി മെഷർ ചെയ്യണത് അതേ കപ്പിൽ വേണം എല്ലാം മെഷർ ചെയ്യാൻ. എന്നാലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ 7 കപ്പ് ബർഫി അല്ലെങ്കിൽ 7 കപ്പ് കേക്ക് എന്നും പറയും. അപ്പോൾ ആ ഒരു സ്വീറ്റ് ഇട്ടിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ റെസിപ്പീസൊക്കെ ഇട്ടത് പറഞ്ഞത്. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്, അപ്പോൾ അധികം പേരും കണ്ടിരിക്കാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. 100-200 കൂടുതൽ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, കാരണം പാൽപ്പൊടിയുടെ കളർ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ,
നല്ല ഓട്ട പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരുപാട് നേരം ഫ്ലെയിമിന് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാണ്ട് അങ്ങ് ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിർത്തുകയാണ്. ഇനി ഈ ടിന്നിലേക്ക് നമുക്ക് ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ പദം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇങ്ങനെ നമ്മളൊരു ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടണ സമയത്ത് അതിങ്ങനെ ഉരുണ്ട് വരണം, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് 4-5 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം നമ്മൾ പീസസായിട്ട് കട്ട് ചെയ്യാൻ നന്നായിട്ട് തണുക്കട്ടെ. ഞാനിത് പിറ്റേന്നാണ് കട്ട് ചെയ്യാൻ പോണത്. കാരണം അന്നത്തെ ദിവസം പിന്നെ ഇരുട്ടായി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ മാറ്റി വെക്കുകയായിരുന്നു. ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ സൈഡ്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു കത്തി കൊണ്ട്. ഇനി നമുക്കത് കമഴ്ത്തി നോക്കാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. അതിൻ്റെ കളറ് കണ്ടില്ലേ? മൈസൂർ പാക്ക് പോലെ ലൈറ്റായിട്ടൊരു നടുവിൽ മാത്രം കുറച്ചൊന്ന് ഡാർക്ക് കളറാവും. അപ്പം ഞാനൊരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ എത്ര സോഫ്റ്റാണോ നോക്കൂ. നമ്മൾ ഇത് ആക്ച്വലി ഉണ്ടാക്കി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്നിട്ട് നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും മിൽക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ, പാൽപ്പൊടി, നെയ്യ്, പഞ്ചസാര, അത് മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.